അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ ലൈഫ് ബോട്ടിന്റെ അകത്തേക്ക് കയറി പോവാണ്. ഈ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഈ ലൈഫ് ബോട്ടിലാണ് നമ്മൾ കപ്പൽ അബാനഷിപ്പ് അല്ലെങ്കിൽ കപ്പൽ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബോട്ട് ഉപയോഗിച്ചിട്ടാണ് പോവുക. ഈ സീറ്റിലാണ് നമ്മുടെ മാസ്റ്റർ ക്യാപ്റ്റൻ ഇരിക്കുക. ഈ സീറ്റിലാണ് ചീഫ് ഓഫീസർ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുക. അപ്പൊ ഈ സീറ്റിൽ ഇരുന്നിങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു നമ്മൾ പോവുക. കാരണം നമ്മൾ കപ്പൽ ഉപേക്ഷിച്ച് പോവാണ്. എത്ര നാള് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുക എന്നറിയില്ല, നമ്മളാരും രക്ഷിക്കാൻ വരുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ബാക്കിയുള്ള ക്രൂകൾ, ഈ കപ്പലിൽ 19 ക്രൂ ഉണ്ട്. ഈ 19 ക്രൂകളും ഇരിക്കണ ഓരോ സീറ്റിന്റെ പൊസിഷനാണ്. ഓയിലർ, അതുപോലെ തന്നെ AB, അങ്ങനെ ഓരോ പൊസിഷൻ ഇതിലുണ്ട്. പിന്നെ ഇനി നമുക്ക് സഫർ ചെയ്യാനുള്ള, അതായത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കൂടെ ചിലപ്പോൾ നമ്മൾ കരയിൽ എത്തിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഓപ്പൺ സീലൊക്കെ പോയി കഴിയുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഇതിൽ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചായയോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ചായക്കടയിൽ നിർത്തിയിട്ട് ചായ കുടിക്കാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ജീവിക്കാൻ ഊർജം കിട്ടാനുള്ള മാത്രം കുറച്ച് സാമഗ്രികൾ ഇതിലുണ്ട്. ജസ്റ്റ് ഒരു ഗ്ലൂക്കോസ് പോലുള്ള ബിസ്ക്കറ്റ്, അതുപോലുള്ള ഒരു വാട്ടർ, അപ്പൊ അത് കാണിച്ചു തരാം, വായു. അപ്പോൾ നമ്മൾ ആ ഒരു സഫർ ചെയ്യാനുള്ള സാമഗ്രികൾ ഒന്ന് നോക്കുകയാണ്. ഇതിനകത്താണ് സംഭവങ്ങളൊക്കെ. അവിടെ നിൽക്കാൻ ഭയങ്കര റിസ്ക് ആണ്, കാരണം ഇത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് കാലമായി ഇടയ്ക്ക് നമ്മൾ ഈ സർവേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ സർവേന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് കുടിക്കാനുള്ള വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ എന്നാണ് കരയിലെത്തുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കാവും. അപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക് കുടിക്കാനൊക്കെ. വെള്ളം കിട്ടിയാലോ എന്ന് വെച്ചാൽ ഉടനെ മടമടാന്ന് കുടിക്കാൻ പറ്റൂല. ഒരു ലിമിറ്റ് വെച്ച് കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് റേഷനാണിത് നമുക്ക് കഴിക്കാനുള്ള, അതായത് ചോറ്, കറി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. ഇതുപോലുള്ള റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റുകളുണ്ട്. ഇത് നമുക്കൊരു എനർജിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്ലൂക്കോസ് പോലുള്ള ഒരു സംഭവം. ഇത് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല, കാരണം ഇത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ ഇതിന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കയറിയതാണ്, ഡേറ്റും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ. പിന്നെ ഇതിലുള്ളതാണ് ഈ തെർമൽ പ്രൊട്ടക്റ്റ്. തെർമൽ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് ഇപ്പോൾ ആള് വന്ന് തണുത്ത് മരവിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ആളിതുപോലെ മൂടി ആളെ പ്രൊട്ടക്റ്റ് ചെയ്യണം സംഭവം. ബ്ലാങ്കറ്റ്, നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് എന്നൊക്കെ പറയാം. പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാഷയിൽ പറയണത്. പിന്നെ ഇതിലുള്ളത് ഇതാ ടോർച്ച് ലൈറ്റ്, ബാറ്ററി, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വേറെ പേരുകളുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സാധാരണക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഭാഷയിൽ പറയുന്നത് കേട്ടോ. ആൻഡ് രണ്ടാമത്തെ ഇതിലിതാ നമുക്ക് ഫിഷിംഗ് ഹുക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനൊക്കെ പിടിച്ച് കുക്ക് ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല, പച്ചയ്ക്ക് കഴിക്കേണ്ടി വരും. എന്നാലും മീൻ പിടിക്കാനുള്ള സംഭവങ്ങളുണ്ട്. വെയിറ്റ്, മീൻ കട്ട് ചെയ്യാനുള്ള കത്തി, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കത്തിയാണിത്. പിന്നെ അതുപോലെ ഇതിൽ ഫിഷിങ്ങിന്റെ എല്ലാ ഐറ്റംസുകളും ഇതിലുണ്ട്. വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല. ഓക്കെ, അടുത്ത എന്താ ഇതിലുള്ളതെന്ന് കാണിച്ചു തരാം. ഒരു ബക്കറ്റ് ഉണ്ട്. ബക്കറ്റ് വെള്ളം കോരി നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കാണ് ബക്കറ്റ്. പുറത്തെടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ റോപ്പ്, കാര്യങ്ങളുണ്ട്. അപ്പൊ അടുത്തതായിട്ട് പിന്നെ കിട്ടിയേക്കുന്നത് ചാർട്ട് മാനുവലാണ്. സ്കെയിലുണ്ട്, പെൻസിലുണ്ട്, മൈക്രോ റബ്ബറുകളുണ്ട്. കാരണം നമുക്ക് പോകുമ്പോൾ വഴി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി നോക്കിയിട്ട് വേണം നമുക്ക് കര എവിടെയാണ്, അടുത്ത ബോട്ട് എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട് പോകാൻ. അപ്പൊ അങ്ങനെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കപ്പൽ മുങ്ങേ അങ്ങനെ എന്തെങ്കിലും ആ കപ്പൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് ഈ ലൈഫ് ബോട്ടാണ് നമ്മളൊരു ജീവൻ രക്ഷിക്കുന്നത്. അപ്പൊ അടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാ ഫിൽറ്റർ, കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ടൂൾസ്, സ്ക്രൂ ഡ്രൈവർ, പ്ലയർ, അതുപോലുള്ള ഇതിന് വേണ്ട, അതായത് ഇത് പോണ വഴിക്ക് ഇതിനെന്തെങ്കിലും സംഭവിച്ചാലും മറ്റേ കൂനുമ കുരു എന്ന് പറഞ്ഞ പോലെ ആവുമല്ലോ. അതുകൊണ്ട് ഇത് റിപ്പയർ ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ ചിലപ്പം മുറിവോ ഒടിവോ ചതവോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാനുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇതിലുള്ളത്. അതൊക്കെ ഞങ്ങൾ ഒരു ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് എടുത്താണ്. ഇതിനൊക്കെ ഡേറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്തത് ഇനി സ്മോക്ക് ബോയന്റ്. ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ഇതിന് സ്മോക്ക് വരും. സ്മോക്ക് വന്നതിൽ അടുത്തൂടെ കപ്പലോ അല്ലെങ്കിൽ ആരെങ്കിലും പോർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന്മാർക്ക് ഇത് നമ്മളെ സ്മോക്ക് കണ്ടിട്ട് അവർക്ക് അറിയാൻ പറ്റും ഇത് ലൈഫ് ബോട്ടിൽ നിന്നുള്ളതാണ്, കപ്പൽ മുങ്ങി ഏതോ ആളുകൾ പെട്ട് കിടക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പേരാണ് ഹാൻഡ് ഫ്ലയർ. ഇതും അതുപോലെ തന്നെ ഒരു സ്മോക്ക് വരുന്ന ഒരു സംഭവമാണ്. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതിന് സ്മോക്ക് കാര്യങ്ങൾ വരും. അപ്പോഴും അടുത്തുകൂടെ കപ്പലൊക്കെ പോകുമ്പോൾ നമുക്ക് അവർക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കാരണം നമ്മൾ ഒച്ചയെടുത്താലോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ VHF വിളിച്ചാൽ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ
സ്മോക്ക് കാണിച്ചു കഴിഞ്ഞ് അവരുടെ ശ്രദ്ധ നമുക്ക് നമ്മളിലേക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്തതാണ് റോക്കറ്റ് പാരച്യൂട്ട്. ഇത് നമ്മൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ അത്യാവശ്യം ഹൈറ്റിലോട്ട് പോകും. ഹൈറ്റിലോട്ട് പോയിട്ട് പാരച്യൂട്ട് വരെ ഇങ്ങനെ താന്ന് വരും, ഒരു ലൈറ്റ് സിഗ്നലായിട്ട് ഇങ്ങനെ താന്ന് വരും. അതും ഈ ഷിപ്പിംഗ് അല്ലെങ്കിൽ സീമാനിലൊക്കെ അവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇതൊക്കെ ഇതിന്റെ സിഗ്നലാണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഏറെക്കുറെ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് ബോട്ടിനകത്തുള്ള സാമഗ്രികൾ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കപ്പലൊക്കെ മുങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, എന്തെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കപ്പൽ മുങ്ങിയ ലാസ്റ്റ് രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ട്. ഇതിനാണ് നമ്മൾ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടുക. അപ്പോൾ എന്തായാലും ഏറെക്കുറെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഏറെക്കുറെ ഇറ്റ്സ് മീ റാഷിഖ് ദ സെയിലർ. ബൈ ബൈ.